ദളപതി എന്ന് സിനിമയിൽ വിളിച്ചോണ്ടിരുന്നത് രജനീകാന്തിനെയാണ്. അത് രജനീകാന്തിനെ ദളപതി എന്ന സിനിമയ്ക്ക് ശേഷമാണ് അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ രജനീകാന്തിനെ അനുകരിച്ച് അല്ലെങ്കിൽ പുള്ളിയുടെ ഭാവങ്ങളും സ്റ്റൈലുകളും ഒക്കെ അനുകരിച്ചത് കൊണ്ടാണ് വിജയിനെ ഇളയ ദളപതി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. വിജയുടെ ഫാൻസ് വിളിച്ചതാണത്. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രജനീകാന്തിന്റെ ഫാൻസ് അത് പല തലമുറയിൽപ്പെട്ടവരും ഉണ്ട്. അപ്പൊ ആ ഫാൻസിനെ കൂടെ തങ്ങളിലേക്ക് ആകർഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവർ രജനീകാന്തിന്റെ സ്റ്റൈല് പിന്തുടരുന്നതിന്റെ മെയിൻ കാരണം. ഇപ്പൊ പുതുതായിട്ട് വന്ന പ്രദീപ് രംഗനാഥൻ പോലും നമുക്ക് ധനുഷിന്റെ ഒരു സ്റ്റൈല് ഫീൽ ചെയ്യുന്നെങ്കിലും ബേസിക്കലി അതൊരു രജനീകാന്ത് സ്റ്റൈലാണ് കാണിക്കുന്നവര്. അതിൽ കമലഹാസൻ മാത്രമേ ഉള്ളൂ ആ രീതിയിൽ സ്വന്തം സ്റ്റൈലിൽ നിന്ന് സ്വന്തം രീതിക്ക് നിന്ന് എല്ലാം മുൻപോട്ട് വന്നത് കമലഹാസൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഒട്ടുമിക്ക ആൾക്കാരെ എടുത്താലും അതിനകത്തൊക്കെ ഒരു രജനീസം കാണാം. പ്രത്യേകിച്ച് മാസ് ഹീറോ വേഷങ്ങളിലൊക്കെ രജനീസം കാണാം. അപ്പോൾ പറഞ്ഞു വന്നത് രജനീകാന്തിന്റെ ഒരു സ്റ്റാർഡം അത്രയും വലുതായിരുന്നു. പുള്ളി ആ പീക്ക് ടൈമിൽ ഒരു വിജയ് ചെയ്ത പോലെ ഒരു നീക്കം നടത്തിയിരുന്നെങ്കിൽ ഉറപ്പായും MGRന് ശേഷം രജനീകാന്ത് തന്നെയായിരുന്നു. അത്രയും തമിഴ്നാട്ടിലെ ആൾക്കാരും ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ കമലഹാസൻ പാർട്ടി രൂപീകരിച്ച സമയത്ത് രജനീകാന്തിനെ പരോക്ഷമായി വിമർശിച്ച് ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം, രജനീകാന്ത് ഒരു കർണാടകക്കാരനാണ്. തമിഴിനല്ലാത്ത ഒരാള് തമിഴ്നാട്ടിൽ പഠിക്കാൻ അർഹനല്ല എന്നൊക്കെയുള്ള രീതിയിൽ രജനീകാന്തിനെ കൊള്ളിച്ചുകൊണ്ട് അപ്പോൾ രജനീകാന്ത് പാർട്ടി രൂപീകരിക്കില്ല എന്നൊക്കെയുള്ള റൂമേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അങ്ങനെ പ്രഖ്യാപിച്ച സമയത്ത് രജനീകാന്തിന് കൊണ്ടു. അങ്ങനെയുള്ള ഈഗോ ഒക്കെ അടിക്കുന്ന ആള് തന്നെയാണ് അദ്ദേഹം. അപ്പോൾ രജനീകാന്ത് ഒരു പ്രഖ്യാപനം നടത്തി, ഇന്ന ദിവസം ഞാൻ പാർട്ടി ഫാൻസ് അസോസിയേഷന്റെ ബേസിൽ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു, ഇന്ന ദിവസം അതിന്റെ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞ് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം. അപ്പോൾ മൊത്തം നിശ്ചലമായി. പുള്ളി ഒരു വൃക്ക രോഗിയായത് കാരണം കൊറോണ എങ്ങാനും പിടിപെട്ട് കഴിഞ്ഞാൽ പണി പാളും എന്നുള്ള രീതിയിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ ഡേറ്റിന് ഒരാഴ്ച മുമ്പ് പറഞ്ഞു, ഇല്ല, എങ്ങനെ ഞാൻ പിന്മാറുകയാണ്. അപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് രാഷ്ട്രീയ പ്രവേശനത്തിൽ നിന്ന് പിന്മാറിയത്. പക്ഷെ ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഇന്ന് വിജയ് നിൽക്കുന്ന ഈ വലിയ സ്ഥാനത്ത് വർഷങ്ങൾക്ക് മുൻപേ വരേണ്ടിയിരുന്ന ഒരാളായിരുന്നു രജനീകാന്ത്. അതിനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു രജനീകാന്ത്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു നേട്ടം കാണുമ്പോൾ ചിലപ്പോൾ ഒരു നിരാശ തോന്നിയേക്കാം.